നമുക്ക് ഒരു ധാരണ നമ്മളെ കുറിച്ചുണ്ട്, പഠിച്ചിട്ട് രക്ഷപ്പെടില്ല. അപ്പൊ നമ്മൾ രക്ഷപ്പെടണമല്ലോ. അപ്പൊ നമ്മള് കാണുന്ന സിനിമകളാണ്. അപ്പൊ സിനിമയിൽ കാണുമ്പോ നടൻ, നായകൻ. മൂവി എന്ന് പറയുന്നത് കൂടുതൽ സ്റ്റോറി ഒരു ഇവർക്കാണ് കൂടുതൽ ചെയ്യാനുള്ളത്. എനിക്ക് ശരിക്കും ലീഡ് ആണെങ്കിൽ പോലും ഒരു ഫീമെയിൽ ഇത് ഉള്ള ഒരു കഥാപാത്രമല്ല. അതെ, എന്ത് സംഭവിച്ചാലും ഇവരുടെ തലയിൽ ഇരിക്കുന്നതൊക്കെ. ഇല്ലെങ്കിൽ ഞാൻ യൂണിറ്റിലെ ചേട്ടന്മാരെ തോന്നുന്നു, ഞാൻ തെർമോക്കോൾ പിടിക്കാട്ടെ ക്ലോസ് എടുക്കുമ്പോ, കാരണം എനിക്ക് തൊട്ടടുത്ത് നമുക്കനെ കാണാനില്ല. അതെ, ഓ ആ സാധനം ആയിരുന്നു. ഇപ്പൊ ലാൽ സാറായിട്ട് റെഡ് വൈൻ ചെയ്യുമ്പോ അതിൽ ഫഹദ് ഉണ്ടായിരുന്നു, ആസി ഉണ്ടായിരുന്നു, ആസിഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നോക്കിയത് ഈ ഒരു സാധനങ്ങളായിരുന്നു. അൽഫോൻസിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ചാൻസ് വെച്ച് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. വേറെ പണിക്ക് പോകില്ല ഉറപ്പ്. കാരണം വേറെ പണി അറിയില്ലടോ, ഇത് തന്നെ നേരെ അറിയില്ല. അത് നേരെ ഷോർട്ട് ഫിലിം ആയിരുന്നു. എന്റെ ക്യാമറ ഞാനായിരുന്നു, ശബരി ആയിരുന്നു നിവിന്റെ റോൾ ചെയ്തത്. നിവിനായിരുന്നു എന്റെ പ്രൊഡ്യൂസർ. കാരണം അന്ന് നിവിന് മാത്രമേ ജോലിയുള്ളൂ ബാംഗ്ലൂര്. അന്ന് എയർടെൽ ജോലി അല്ലെങ്കിൽ MBA പഠിക്കാൻ പോവാ. അപ്പൊ ഇവര് ഗ്യാപ്പ് കിട്ടുമ്പോൾ വന്നിരിക്കുന്ന സ്ഥലം അതാണ് ഗോബൂസ്. നമ്മള് രാവിലെ തൊട്ട് ഗോബൂസ്. ഇവരുടെ അത് കഴിഞ്ഞ ഗോബൂസ് ഇൻസ്റ്റിറ്റ്യൂട്ടായി. ഇപ്പൊ ഞാൻ കേറി വരുന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ ഞാൻ വീട്ടിലിരിക്കേണ്ടി വരും. അതാണ് ഒരവസ്ഥ ആയത്. കാരണം ഞാൻ പതുക്കെ എക്സ്പീരിയൻസും ഉണ്ട് അത്യാവശ്യം. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ എവരിവൺ, നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നർമ്മം പറഞ്ഞ് വിജയിച്ച ചിത്രങ്ങളുടെ നിരയിലേക്ക് അടുത്തൊരു ഹിറ്റ് ചിത്രത്തിന് കൂടി തയ്യാറെടുക്കുകയാണ് മലയാള സിനിമാ ലോകം. സോ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് കൂടെ ചേരുന്നു കൃഷ്ണശങ്കർ, ആമിന ആൻഡ് കിച്ചു ടെല്ലസ്. നമസ്കാരം. നമസ്കാരം. ഈ സിനിമയുടെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന രണ്ട് കിച്ചുമാരാണെന്ന് പറഞ്ഞ് തന്നെ തുടങ്ങാല്ലേ. കള്ളന്മാരെന്നൊക്കെ പറഞ്ഞ പോലെ അല്ലെ, ഇത് കൃത്യമായിട്ട് തന്നെ ഒത്തു വന്നിട്ടുണ്ട്. ഇത് ആരാണെന്ന് കൺഫ്യൂസ്ഡ് ആയി പോകും. കിച്ചു ആണ് അല്ലെ പ്രധാന വേഷങ്ങൾ എന്നുള്ള രീതിയിൽ പറയുമ്പോ എനിക്ക് തോന്നുന്നു രണ്ടുപേർക്കും സെറ്റിലും വന്നിട്ടുണ്ട്, കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. കിച്ചു റെഡി ആയിക്കോളാൻ പറയുമ്പോ ഈ കിച്ചു ഞാൻ പോവില്ല. മറ്റേ ഫ്രണ്ട്സ് സിനിമയിലെ ചെയ്ത് നീ എവിടെ പോകുന്നു, നീ അവിടെ നിൽക്ക് പറഞ്ഞ പോലെ ഇത് മാറി പോകുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നത്. രസം എന്ന് വെച്ചാൽ ഒരു പാലത്തിന്റെ അപ്പുറമാണ് വീട് ആലുവയില്. പക്ഷെ ഒരുമിച്ച് ഒരു സിനിമയിൽ വന്നാൻ പറ്റില്ല. ഈ ആലുവ ഓൾറെഡി നമുക്കൊരു ടീം ഉണ്ടല്ലോ, ആ ടീമില് പെട്ടില്ല. ഇവര് ഈ പറഞ്ഞ കൂട്ട് ആലുവയിൽ ഇപ്പൊ കുറെ ടീമുണ്ട്. പക്ഷെ തുടക്കക്കാര് നമ്മളാണല്ലേ. ഇവരാണ് അതിന്റെ ആൾക്കാര്. അതെ. ഈ എപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയിട്ടില്ലേ, ഇത് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ കുറെ സിനിമകൾ വരുന്നു, ഞാനാണെങ്കിൽ ഒരു പാലത്തിന്റെ ഇപ്പുറത്തുണ്ട്. അല്ല, ഞങ്ങള് കണ്ടുമുട്ടിയപ്പോ ഞങ്ങള് സംസാരിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു തവണ ഫോണിലാണ് ഞാൻ സംസാരിച്ചത്. പടമൊക്കെ ഇറങ്ങി കുറച്ച് ബിറ്റോ ചേട്ടനായിട്ട് പരിചയം വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. പിന്നെയാണ് ഈ പടത്തിന് ചെല്ലുമ്പോഴാണ് മച്ചാനെ പരിചയപ്പെടുന്നത്. പിന്നെ മറക്കില്ല. പേരിലുണ്ട് അല്ലെ, അത് ഞങ്ങളൊരു ധാരണ ഉണ്ടാക്കി. ആലുവ കിച്ചു വരാന്നുള്ളത് ഞങ്ങൾ ഉണ്ടാക്കി. അതെ. ഈ പട്ടാപ്പകല് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ അസാധാരണമായിട്ട് നടക്കുന്ന സംഭവങ്ങളായിരിക്കും ചില വിശേഷങ്ങൾ പറയുന്ന സമയത്ത് പട്ടാപ്പകലാ നടന്നത്. ഒരുപക്ഷെ ഒരു മോഷണമായിരിക്കാം, കൊലപാതകമായിരിക്കാം. ഈ വാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. ട്രെയിലർ കാണുമ്പോഴും തുടങ്ങി വെക്കുന്ന ഒരു മോഷണത്തിലാണ്, എവിടേക്കും അസാധാരണമായ ഒരു സംഭവം അതിനെ നർമ്മത്തിന് കൂട്ടുപിടിക്കുന്നു എന്നൊക്കെ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. ശരിക്കും ഒരു അസാധാരണ കഥ ഒരു മോഷണത്തിന് നർമ്മത്തിന് കൂട്ടുപിടിച്ച് അങ്ങനെയൊക്കെ തന്നെയാണോ പട്ടാപ്പകല് പോകുന്നത്? അല്ല, അസാധാരണ കഥയെക്കാളും സാധാരണ കഥ അസാധാരണമായി എടുത്തു. കാരണം കഥകൾ ഇപ്പൊ ഏകദേശം ഒക്കെ അറിയാലോ. അപ്പൊ അത് രസമായിട്ട് എടുത്തിട്ടുണ്ട് സംഭവം. പിന്നെ ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ നൈറ്റ് ഷൂട്ട് ഉണ്ടായില്ല. പേര് ഇതായതുകൊണ്ട് രാവിലെ തന്നെ എല്ലാം തീർന്നായിരുന്നു. രസമായിരുന്നു. പേര് പോലെ തന്നെ അതിന്റെ ഷൂട്ട് നടന്നുള്ളത് പട്ടാപ്പകൽ തന്നെയാണ്. പട്ടാപ്പകൽ തന്നെയാണ് ആണ് എന്നുള്ളത്. രണ്ടുപേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരാൾ ഇങ്ങോട്ട് നോക്കുന്നു, ഈ തല ഏകദേശം ബെൽറ്റ് ഇടാവുന്ന രീതിക്ക് ആയിട്ടുണ്ട്. അങ്ങനെയാ കിട്ടുന്ന തുടക്കം തന്നെ ഗംഭീര വേഷങ്ങളോട് കിട്ടി വരുന്നു. നമ്മളിതിന് മുമ്പ് ടർബോയിലിരുന്നു. ടർബോയിൽ ഇത്ര അധികം താരങ്ങൾ ഉണ്ടായിരുന്ന ഒരു സിനിമയില് അല്ലെ പ്രധാന ഒരു വേഷം കിട്ടി. ഇവിടെ വരുമ്പോ ഉണ്ട് ഇതില് അല്ല, തുടക്കത്തിൽ തന്നെ അതുപോലെ തന്നെ ഗംഭീര താരങ്ങളുള്ള സിനിമയിലും അതേപോലെ തന്നെ വലിയ പ്രാധാന്യമുള്ള വേഷം കിട്ടുന്നു എന്നാണ് പറഞ്ഞു വന്നത്. ഇല്ല,
ഇല്ല. നമ്മൾ ആരോടെ ഇന്റർവ്യൂല് ആരോലെ അങ്ങനെ വന്നോ? ഇല്ലല്ലോ. ഉണ്ടോ? അത് ഞാനല്ല. അതെ. അത് എന്നോടല്ല, അനുമോളോട്. ആ എന്നോട് ചോദിച്ചില്ല. യെസ് ആൻഡ് യാ. Yeah. സോ എങ്ങനെ പട്ടപ്പകലില് പട്ടാപ്പകല് എങ്ങനെയാണെന്നോ? ഐ മീൻ ലീഡ് റോൾ എന്നുള്ളത് ചെയ്യുന്നു, നായികയായിട്ട് കൂടെ നിൽക്കുന്നു എന്നുള്ളത് അതെ അതെ, ലീഡ് ആണ് ചെയ്യുന്നത്. പക്ഷേ മൂവി എന്ന് പറയുന്നത് കൂടുതൽ സ്റ്റോറി ഒരു ഇവർക്കാണ് കൂടുതൽ ചെയ്യാനുള്ളത്. എനിക്ക് ശരിക്കും ലീഡ് ആണെങ്കിൽ പോലും ഒരു ഫീമെയിൽ ഇത് ഉള്ള ഒരു കഥാപാത്രമല്ല, ഒരുപാട് ചെയ്യാനുള്ള ഒരു സംഭവമല്ല. സോ എനിക്ക് ചെയ്യാൻ ഉള്ള സംഭവം കഴിയുന്നതും നല്ല രീതിയിൽ ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. എനിക്കറിയില്ല ഇനി ഇത് റിലീസായി ഓഡിയൻസ് പറയണം ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പം അത് തന്നെയാണ് എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ ഞാനത് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരുമിച്ച് ഇത്ര ദിവസം ഉണ്ടായിട്ടും എന്ത് നൈസായിട്ട് പറഞ്ഞാലേ, എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല, ഇവർക്കാണ് ഇനി എന്ത് റിസൾട്ട് വന്നാലും അതെ, നല്ലതാണെങ്കിൽ എന്ത് സംഭവിച്ചാലും ഇവരുടെ തലയിൽ ഇരിക്കുന്നൊക്കെ. ഇല്ലെങ്കിൽ കോ ആക്ടേഴ്സും അതിന്റെ ക്രൂ മെമ്പേഴ്സിന് കൊടുത്തു. അയ്യോ ഇല്ല, എന്ന് പറയുമ്പോ മൂവി കാണുമ്പോ ആരും പ്രതീക്ഷിക്കരുത് എനിക്ക് ഫുൾ ത്രൂ ഔട്ട് എനിക്ക് അങ്ങനെ പ്രതീക്ഷിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചേ ഉള്ളൂ, അപ്പൊ അയ്യോ ഇത് കുട്ടി ഇച്ചിരി ഉള്ളൂ ഇങ്ങനെ വിചാരിക്കരുത് എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ ആ കാര്യം പറയുന്നത്. എല്ലാവർക്കും ചെറുതാണെങ്കിലും അവരുടെ ക്യാരക്ടർ സ്പേസ് ഉണ്ട്, ഒരു എല്ലാവർക്കും സ്പേസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ ചെയ്യാനുണ്ടല്ലോ, അത്യാവശ്യം നല്ല. പക്ഷെ ഈ ഒരുമിച്ച് ഇത്രയും പേര് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരുപക്ഷെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് ഈ സമയത്താണെന്ന് അതാ, എനിക്ക് ഇവരോട് കോമ്പിനേഷൻ ഇല്ല. നമുക്ക് സിനിമയിൽ അഭിനയിച്ചിട്ട് നായകനെതിരെ കണ്ടിട്ടില്ല ലൊക്കേഷൻ. അതാണ് അല്ല, ഇതില് സത്യത്തില് നായകൻ ആരാന്നറിയോ? അതാണ് ഇതിന്റെ സത്യത്തില് അതാണ് സന്തോഷം കഥ പറഞ്ഞതിന് പടത്തിന്റെ കഥ പോകും. അതാണ് ഞങ്ങനെ നായകൻ ജോണി ചേട്ടനാണ്. ജോണി തന്നെയാണ് നായകൻ. നായകനിലൂടെ തന്നെയാണ് ട്രെയിലർ തുടങ്ങിക്കുന്ന പോലെ സിനിമയിലെ ജോണി ചേട്ടനാണ് നായകൻ. കാരണം വെച്ചാൽ ജോണി ചേട്ടന്റെ ഒരു 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 അവസ്ഥ ഞങ്ങളുടെ ലൈഫിലേക്ക്, അതായത് ഈ ഇരിക്കുന്ന എല്ലാവരുടെയും ലൈഫിലേക്ക് സ്പ്രെഡ് ആവുന്നതാണ് ഇതിവൃത്തം. ഓക്കെ. അതിനൊപ്പം നമ്മൾ കൂടെ കൂടുന്നു. അതിന്റെ ഒപ്പം കൂടുന്നു, അതിന്റെ ഒരു ഭാഗമാവുന്നു. അല്ല അതാണ് മെയിൻ. കാരണം എവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത് എന്നുള്ളത് പുള്ളിയുടെ അടുത്ത് നിന്നാണ് പരിപാടി തുടങ്ങുന്നത്. പിന്നെ അത് നമ്മള് ഓരോരോ സെക്ഷനായിട്ട്. ചിത്രത്തിൽ ഷാൻ റഹ്മാൻ സംഗീതമാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ മെല്ലെ മെല്ലെ ആഴത്തിലിറങ്ങും. അത് പതിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിപ്പീറ്റ് വാല്യൂ കിട്ടുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട്. അതൊരു ചിത്രത്തിനാണെങ്കിലും പാട്ടുകൾക്കാണെങ്കിലും കുറേ ഗുണം ചെയ്തിട്ടുണ്ട്. സോ പട്ടാപ്പകലിലെ അതിന്റെ ട്രെയിലർ കാണുമ്പോഴാണെങ്കിലും അതിൽ തന്നെ പല കമന്റ്സിൽ നമ്മൾ കണ്ടതാണ്, ഭയങ്കര ആവർത്തിച്ച് കണ്ടു എന്നുള്ളത് അല്ലെ. ഒരു സിനിമയ്ക്കും അത് ഗുണം ചെയ്യാൻ എത്രത്തോളം നിങ്ങളുടെ പ്രതീക്ഷയിലെ ഷാൻ റഹ്മാൻ സംഗീതം ഗുണം ചെയ്യും? അല്ല, ഈ പറഞ്ഞ പോലെ ആളുടെ പാട്ടുകൾക്ക് ഒരു രസമുണ്ടല്ലോ. അത് ഫസ്റ്റ് കേട്ട് നമ്മൾ റിപ്പീറ്റ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ അതിൻ്റെ അനുസരിച്ച് ഇപ്പൊ ഈ ട്രെയിലറിൽ കണ്ട ഓട്ടം അല്ലെങ്കിൽ ആ മൊത്തത്തിൽ ഇതിനൊരു പേസ് ഉണ്ട്. ആ പേസിനനുസരിച്ചാണ് ഷാൻ പോയേക്കണ പരിപാടി. അത് അയാളുടെ മ്യൂസിക് ഭയങ്കരമായിട്ട് സീനിനെ ഉയർത്തിയിട്ടുണ്ട്. പുള്ളിയുടെ ഭാഗത്തും വലിയൊരു പങ്കുണ്ട് ഈ പടത്തിന്. അപ്പൊ അതുകൊണ്ടാണ് പുള്ളിയെ പോലത്തെ ആളെ തന്നെ നമ്മള് കൃത്യമായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നുള്ളത്. ഒരു പുതുമുഖ സംവിധാനം എന്ന് പറയാൻ പറ്റില്ല. ഓൾറെഡി കൊച്ചിച്ചായന്റെ പറമ്പ് വന്നിട്ടുണ്ട്, ഓൾറെഡി കാസ്റ്റിംഗ് വന്ന ആളാണ്. പലപ്പോഴും നമുക്ക് ഒരു പുതുമുഖ സംവിധായകന്റെ ചിത്രമാണെന്ന് പറയുമ്പോൾ ഒരു ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ 1-2 ചിത്രങ്ങൾ വന്നിട്ടേ ഉള്ളൂ എങ്കിൽ എങ്ങനെ ഈ സിനിമ എന്നുള്ളതിനെ കുറിച്ച് അല്ലെങ്കിൽ എത്രത്തോളം ഹിറ്റ് ആയിട്ടുള്ള സംഭവിക്കും എന്നുള്ളതിനെ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവില്ല. ഈ ആകുലതയും ഈ ആശങ്കയും അല്ലെ ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഒരു ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഒരു സിനിമ പറയുന്നു, ആ സിനിമയുടെ ത്രെഡ് നമുക്ക് ഇഷ്ടപ്പെട്ടു, ഈ സംവിധായകനെ കുറിച്ച് കുറേ ചിത്രങ്ങൾ നമുക്ക് പരിചയമില്ല, ഈ പ്രേക്ഷകൻ ഉണ്ടാവുന്ന രീതിയിലേക്കുള്ള ഈ ഉത്കണ്ഠയും ആകുലതയൊക്കെ ഒരു ശരിക്കും ആക്ടേഴ്സിന്റെ കൂടെ പ്രതിഫലിക്കാറുണ്ടോ? ഇപ്പൊ നേരത്തെ പുള്ളിയോട് ചോദിച്ചില്ലേ, നല്ലവനായ ഉണ്ണി കോൺസെപ്റ്റ് ആണല്ലോ എപ്പോഴും. ഇതേപോലെ കുറെ പടങ്ങൾ ടൈപ്പ് കാസ്റ്റിംഗ്, നമ്മളെ വില്ലൻ സാധനങ്ങൾ ആണ് ഞാൻ കുറെ ചെയ്തോണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറെ പരിപാടികൾ നമ്മൾ പിടിച്ചു ചെയ്തോണ്ടിരിക്കുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ശരിക്കും ഈ പടത്തിലാണ് ഇതിന് ഡയറക്ടർ ഒരു സാധനം എനിക്ക് തന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പുള്ളി ഒരു നല്ല മേക്കറാണ്. പുള്ളിക്ക് അറിയാം എങ്ങനെ പ്ലേസ് ചെയ്യണം പരിപാടി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. കോശിച്ചായന്റെ വർക്ക് ചെയ്താണല്ലോ, പിന്നെ പരിചയമുണ്ട് പുള്ളിനെ. അപ്പൊ ശരിക്കും ഡയറക്ടർ വിശ്വസിച്ച് നമ്മൾ ചെയ്യല്ലേ. എനിക്കൊരു ഹാപ്പി ഉണ്ട് ഇതിൻ്റെ അകത്ത്. വേറൊരു ഇത്ര നാൾ ചെയ്തതിനെക്കാട്ട് വേറൊരു സാധനം ഉണ്ട്. എങ്ങനെ ആ ഒരു മാറ്റം? അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് കഥ കേട്ട കഥ രസമുള്ള ഒരു സംഭവമാണ്. പിന്നെ ഒരു എന്താ പറയാ, അതായത് ഇതങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതായത് അല്ല, അതെ, ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ പുതിയ ആളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു VKP സാറ് അല്ലെങ്കിൽ അങ്ങനെ ജിത്തു സാറ് അങ്ങനെ 1, 2, 3 പേരെ കുറെ പടങ്ങൾ ചെയ്തതിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ പുതിയ ആൾക്കാരാണ്.
അൽഫോൻസ് തുടങ്ങിയപ്പോഴും പുതിയതായിരുന്നു, മോസിൻ തുടങ്ങിയപ്പോഴും എല്ലാം പുതിയ ആൾക്കാർ. ആ സംഭവം അങ്ങനെ ആ ഒരു സാധനം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല, ഒരു സ്ഥലത്തും തോന്നിയിട്ടില്ല. പിന്നെ ആര് ഡേറ്റ് കൊടുക്കും പുതിയ ആൾക്കാർക്ക്? അതെ, എന്തായാലും വലിയ വലിയ ആർട്ടിസ്റ്റ് അടുത്ത് പോയി കഴിഞ്ഞാൽ പലവർക്കും പല പ്രശ്നങ്ങളും വരും. പക്ഷെ എങ്കിൽ പോലും മമ്മൂക്ക പോലെ പുതിയ അല്ലെ ഈ സംവിധായകർക്ക് കൊടുക്കുന്നു, അതുപോലെ പുതുമുഖ സംവിധായകൻ അത് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നല്ല പടമാണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അത് പുതിയ ഡയറക്ടറിനോ പുതിയ ആള് വേണമെന്നോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മളൊന്നും ഇരിക്കില്ല. അല്ല അങ്ങനെ, കാരണം ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക, ആ സാധനം ഉള്ളൂ. അപ്പൊ ഇതിലെ ഏറ്റവും രസമുള്ളത് ഇതിന്റെ കഥ ഭയങ്കര രസമാണ്, കഥ പോകുന്ന രീതി, സ്ക്രീൻ പ്ലേ ഭയങ്കര രസമാണ്. ശരിക്കും ഒരു ബാക്ക് ബോൺ അതിന്റെ കഥ അതിന്റെ ഒരു പോക്ക് ഭയങ്കര രസമാണ്. അത് സാജർ ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. ഷാൻ അതിനനുസരിച്ച് അതെ അർജുൻ ലൊക്കേഷനിലും അതെ അല്ലെ. പടം ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ക്യാരക്ടർ ശരിക്കും പുള്ളിയാണ് റിയൽ ലൈഫിൽ വന്നിട്ടുള്ളത്. അത് അതേപോലെ തന്നെ പകർത്തി എഴുതിയുള്ളതാണ് സംഭവിച്ചുള്ളത്. അമന, പെരുന്നാൾ വിശേഷം പട്ടാപകലാണ്. ഈ തുടക്കകാലത്ത് നമ്മൾ കിട്ടുന്ന സിനിമകൾ എന്ത് തന്നെയാണെങ്കിലും ഒരു പക്ഷെ വേഷോ അല്ലെങ്കിൽ എന്ത് ക്യാരക്ടർ എത്രത്തോളം സ്ക്രീൻ സ്പേസ് ഉണ്ട് ഇതൊന്നും ആയിരിക്കില്ല കൂടുതൽ നോക്കുക. കിട്ടുന്ന സിനിമകൾ മാക്സിമം ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ആ കിട്ടുന്നതിന്റെ ഒപ്പം നല്ല ക്യാരക്ടറായി വരുന്നുണ്ട്. ഈ സെലക്ഷൻ പ്രോസസ്സിലേക്ക് നീങ്ങിയോ അതോ എങ്ങനെയാണ് വരുന്ന സിനിമകൾ സ്വീകരിക്കുക എന്നുള്ള നിലപാടാണോ? സിലക്ഷൻ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അത്രയും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലല്ലോ. ഇപ്പം ഞാൻ കയറി വരുന്നേ ഉള്ളൂ. അപ്പം എനിക്ക് അങ്ങനെ ഭയങ്കര സെലക്റ്റീവായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ ഞാൻ വീട്ടിലിരിക്കേണ്ടി വരും. അതാണ് ഒരവസ്ഥ ആയത്. കാരണം ഞാൻ പതുക്കെ എക്സ്പീരിയൻസും ഉണ്ട് അത്യാവശ്യം. അതെ, ഞാൻ അതൊന്നും മറച്ചു വെക്കുന്നില്ല. അതെ അതെ. അപ്പൊ അത് കാരണം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ കഴിയുന്നതും നമുക്ക് വരുന്ന റൂൾസ് നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളത്. പിന്നെ കഴിയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പൊ ഇതിലാണെങ്കിലും ഈ ടർബോയില് ഞാൻ കുറച്ചും കൂടെ ഒരു ചെറിയ ഒരു ഏജ് ഉള്ള ഒരു 21 year old ആണ്. പക്ഷെ ഇതിലെന്ന് പറയുന്നത് എന്നെ കുറച്ചുകൂടെ പ്രായം തോന്നിപ്പിക്കണം. അപ്പൊ മേക്കപ്പ് ആണെങ്കിലും അതിന്റെ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും അതിന് ഞാൻ ഇപ്പൊ ടർബോന് വേണ്ടി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ സ്കിന്നിയാണ്. ഇപ്പൊ നിങ്ങൾ പോസ്റ്റർ വെച്ച ട്രെയിലർ വെച്ച് കമ്പയർ ചെയ്താലും യു സീ ദാറ്റ് ഞാൻ ഷ്രിങ്ക് ആയി മൊത്തത്തില്. അപ്പൊ അത് ടർബോന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. ഹെയർ സ്റ്റൈൽ അതിനനുസരിച്ച് എല്ലാം ചെയ്തിട്ട്. ഇതിലാണെങ്കിൽ ഇത് ശരിക്കും ടർബോനേക്കാളും മുന്നേ ആയിരുന്നു ആക്ച്വലി ഇതിന്റെ ഷൂട്ട് നടന്നിട്ടുള്ളത്. അത് സിഗ്നിഫിക്കന്റ് അല്ല. പക്ഷെ അന്ന് കുറച്ചും കൂടെ ഞാൻ വെയിറ്റ് ഉണ്ടായിരുന്നു, ലോങ് ഹെയർ ആയിരുന്നു. അങ്ങനെ മൊത്തത്തില് നമ്മള് ചേഞ്ച് ചെയ്ത് ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതിൽ ഞാൻ ഹാപ്പിയാണ്. ടർബോ ആദ്യം ഇറങ്ങിയെങ്കിലും ആദ്യം ഷൂട്ട് ചെയ്ത് ഇതായിരുന്നു. അതെ അതെ, ആദ്യം ഷൂട്ട് ചെയ്തായിരുന്നു. പിന്നെ ഇത് കുറച്ച് നാടൻ ക്യാരക്ടറാണ്, അത് മോഡേൺ ക്യാരക്ടർ, കോൺട്രാസ്റ്റാ രണ്ടും. അപ്പൊ അത് ഒരു ആക്ടറിനെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. നമുക്ക് ഇതും ചെയ്യാൻ പറ്റണം അതും ചെയ്യാൻ പറ്റണം. ഇവിടെ എന്തും പോകുന്നാണ് പറഞ്ഞു വരണേ അല്ലേ? നമുക്ക് അങ്ങനെ പിടിക്കാൻ പറ്റണം. അപ്പൊ അങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് വരുന്ന സമയത്ത് ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത്രയും സെലക്റ്റീവ് ആവാനുള്ള ഒരു ഇതില്ല. പക്ഷെ കഴിയുന്നതും സംഭവിക്കും. അതെ അതെ, ആവട്ടെ, അത്രേ പറയാൻ പറ്റുള്ളൂ. ഈ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് പറയുന്ന കോമഡി ആണ്, ഇതെല്ലാവരും കയറി പൂണ്ട് വിളയാടുന്ന ഒരു സിനിമ കൂടി ആവാൻ സാധ്യതയാണ്. അപ്പൊ ഓരോ വിഷയിലും വരുന്ന ക്യാരക്ടറിൽ നിന്ന് ഓഡിയൻസും ഇത് എക്സ്പെക്ട് ചെയ്യും അല്ലെ, ഇവരിത് എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത്. ശരിക്കും കഥ അറിയാം, മുൻകൂട്ടി അറിയാം. ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒപ്പമുണ്ട്, സമ്പന്നമാണ്. ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെ ഇത് ഡീൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ഇത് റോൾ ഇല്ല. ബിക്കോസ് ഇപ്പൊ കോമഡി ഹാൻഡിൽ ചെയ്യുന്നവർ അത്യാവശ്യം ഇപ്പൊ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന എല്ലാവരും അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നല്ല ആക്ടേഴ്സ്. ഇപ്പൊ എന്റെ കൂടെ ഉള്ള രണ്ടുപേരാണെങ്കിലും അതെ, പിന്നെ ജോണി ആന്റണി ചേട്ടനാണെങ്കിലും രമേഷ് പിഷാരടി എല്ലാരും ഉണ്ട് ഇതില്. അപ്പം എല്ലാരും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോമഡി ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് സ്ട്രെസ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഭാഗം ചെയ്യാൻ വരെ അത്രേ ഉള്ളൂ. എനിക്ക് പിന്നെ അധികം കോമഡി ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പൊ എന്റെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല. അപ്പൊ അത് കാരണം അതെ 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 അതെ, ഇവർക്കാണ്, അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഇവർക്കാണ് ശരിക്കും ചെയ്യാനുള്ളത്. എനിക്ക് അതിലൊരു ഭാഗമുണ്ട്, ഞാനത് കഴിയുന്നത് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. കൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കോളേജിൽ പോയത് പഠിക്കുന്നതിനേക്കാൾ അപ്പുറം ഞാൻ കാണുന്നത് അൽഫോൻസ് പുത്രനെ കണ്ടുമുട്ടി അല്ലെങ്കിൽ അത് വഴി സിനിമ സംഭവിച്ചു എന്നുള്ളതാണ്. ഈ സിനിമ എന്നുള്ള സ്വപ്നം മുൻകൂട്ടി വരുന്നേക്കാൾ മുമ്പ് ഈ ഒരു ആക്സിഡന്റിലായിട്ട് നമുക്കുള്ള ചുറ്റുപാടും നമ്മുടെ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് സംസാരിച്ച വിഷയങ്ങളിൽ അങ്ങനെ മാറി വന്നൊരു സ്വപ്നമാണോ ശരിക്കും, അങ്ങനെ ഉത്ഭവിച്ച ഒരു കാര്യമാണോ അഭിനയം? ഇല്ല, അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു. കാരണം നമുക്ക് ഒരു ധാരണ നമ്മളെ കുറിച്ചുണ്ട്, പഠിച്ചിട്ട് രക്ഷപ്പെട്ടില്ല. അപ്പൊ നമ്മള് രക്ഷപ്പെടണമല്ലോ. അപ്പൊ നമ്മള് കാണുന്ന സിനിമകളാണ്. അപ്പൊ സിനിമയിൽ കാണുമ്പോ ആയി നടൻ
നായകൻ. അത് അതിനോട് ഭയങ്കര ക്രേസ്. അതായത് ഒരു മാർക്കിന്റെ ഉത്തരം കാണാപ്പാടം പഠിക്കില്ല, പക്ഷെ അവിടെ ലാൽ സാറും മമ്മൂക്കയൊക്കെ പറയണ ഒരുപാട് ഡയലോഗ് നമ്മൾ ഇവിടുന്ന് പഠിക്കും. വിത്ത് ആക്ഷൻ കണ്ടിന്യൂറ്റി നമ്മൾ ചെയ്യും കണ്ണാടിയുടെ മുമ്പിൽ. അപ്പൊ അത് പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം എന്താ പറയാ നേരമാണ്. കാരണം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവിടെ ആപ്പാടെ എനിക്ക് ഒരു ഗുണം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൗഹൃദമാണ്. കാരണം ശബരി, മോസിൻ, അൽഫോൺസ് ഇവരൊക്കെ ഞാൻ കണ്ടു. അൽഫോൺസിനെ കണ്ടുകൊണ്ട് ഇപ്പൊ എന്നോട് ഇതിനു മുമ്പ് അൽഫോൺസിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ചാൻസ് ചോദിച്ച് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. വേറെ പണിക്ക് പോകില്ല എന്നുള്ള ഉറപ്പ്. കാരണം വേറെ പണി അറിയില്ലടോ, ഇത് തന്നെ നേരവേ അറിയില്ല. അത് പറയാം. ഈ പണിക്ക് പറയുമ്പോ ഇതിൽ തന്നെ ട്രെയിലർ പറയുന്ന കാര്യമുണ്ട്, കുളിച്ച് ചന്ദ്രക്കുരി തൊട്ട് നീ ഇരുന്നു ഒരു പണിക്കും പോവണ്ട എന്നൊരു ചോദ്യം ഉണ്ട് സിനിമയിൽ. ഇങ്ങനെ വെറുതെ ഇരുന്നു എന്നുള്ളത് നമുക്ക് അത് വീട്ടിൽ ചോദിച്ചിട്ടുണ്ടോ ചോദിക്കുന്നത്. പക്ഷെ സിനിമയ്ക്ക് മുമ്പ് ഒരുപക്ഷെ നമുക്ക് ഈ ചോദ്യം എല്ലാവരും ഒരു സമയത്ത് അതായത് ഇതെന്താ സംഭവം വെച്ചല്ലേ ഇപ്പൊ അല്ല ഞാൻ ചോദ്യം വന്നതും അതിലേക്കായിരുന്നു. കാരണം ഇത്രയും സിനിമകൾ കിട്ടുമ്പോഴും നമ്മൾ സിനിമകൾ ചെയ്യുമ്പോഴും എവിടേക്കും ഇതൊരു സിനിമ, ഇതൊരു തൊഴിൽ മേഖലയാണ്, ഇതിലൊരു വേതനം കിട്ടുന്നുണ്ട്, ഇതൊരു ജോലിയാണെന്ന് അംഗീകരിക്കാതെ സിനിമ ചെയ്യണതിന്റെ ഒപ്പം തന്നെ നിനക്ക് വേറെ വല്ല പണിക്ക് പോകൂടാ എന്നുള്ള ചോദ്യം എവിടേക്കോ നേരിടാറുണ്ട്. അല്ല, ഞങ്ങളിപ്പോ ഗോബൂസിൽ ഇപ്പൊ നേരം ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ വരുന്ന നമ്മുടെ തന്നെ പ്രിയ സുഹൃത്തുക്കളൊക്കെ ഇവര് എന്തെങ്കിലും പരിപാടി അന്ന് എയർടെൽ ജോലി അല്ലെങ്കിൽ MBA പഠിക്കാൻ പോവാ. അപ്പൊ ഇവര് ഗ്യാപ്പ് കിട്ടുമ്പോൾ വന്നിരിക്കുന്ന സ്ഥലം അതാണ് ഗോബൂസ്. നമ്മള് രാവിലെ തൊട്ട് ഗോബൂസ്, കട അടയ്ക്കണ വരെ ഗോബൂസ്. ഇതായിരുന്നു നമ്മുടെ. അപ്പൊ അവര് തന്നെ നമ്മുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെ അത് കഴിഞ്ഞ പിന്നെ ഗോബൂസ് ഇൻസ്റ്റിറ്റ്യൂട്ടായി. പല ആൾക്കാർ അവിടെ വന്നിരുന്ന സിനിമ നടക്കും. നമ്മൾ പറയും പാവങ്ങളുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് മഹാരാജ് കോളേജ് പറഞ്ഞാൽ ഇവിടെ പഠിച്ചവർക്ക് ആലുവക്കാർ ശരിക്കും പറഞ്ഞാൽ മിക്ക സിനിമാക്കാരും ഞാൻ പോയിട്ടില്ല. കാരണം ഞാൻ അങ്കമാലിന്റെ റൂട്ടിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. കുറച്ച് ഇനി പോയിരിക്കണം, കുറച്ച് വൈകി. അല്ല, അവിടെ ഈ പറയണ പോലെ ഈ പറഞ്ഞോട്ട് എനിക്ക് തോന്നുന്നു നല്ല രസം. ഒന്നാമത് ആലുവപ്പുഴ അടുത്ത് ഭയങ്കര രസമുള്ള വൈബാണ്. ഇപ്പൊ അങ്ങനത്തെ സൗഹൃദങ്ങൾ കുറഞ്ഞു തുടങ്ങി. അല്ല, അങ്ങനെ വൈകിട്ട് ഇരിക്കുക എന്നുള്ള പരിപാടി ഒന്നും ഇല്ല. വാട്സപ്പ് അല്ലെങ്കിൽ കോള് അപ്പൊ അന്ന് ആൾക്കാരിങ്ങനെ ചോദിച്ചിട്ടുണ്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോഴും നമ്മള് തൊലിക്കട്ടി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനോട് പ്രസക്തി ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ അതൊക്കെ ഇങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രഷറോ കാര്യങ്ങളൊക്കെ ഒന്നും ദൈവം സഹായിച്ച അങ്ങനെ, അതായത് വീട്ടിലൊക്കെ നീ എന്തെങ്കിലും ഒന്ന് ചെയ്താ മതി എന്നുള്ള സ്റ്റാൻഡില് നിൽക്കുന്നു. ഞാൻ ഈ മറ്റേ വീണ്ടും ചില വീട്ടുകാരത്തിൽ ജയറാമേട്ടൻ പറയണ പോലെ നടനാവണം എന്നാണ് ആഗ്രഹം. അത് പറയാനുള്ള ബുദ്ധിമുട്ട്. കാരണം എന്നിലെ അപഹർഷതാബോധം ഉള്ളത് കൊണ്ട് ഞാൻ ആരോടും പറയില്ല. ഒരാൾ ആപ്പാടെ പറഞ്ഞേക്കണ അൽഫോൻസിന്റെ അടുത്താ. അപ്പൊ ഇവരൊക്കെ കൂടി അവൻ എഡിറ്റിംഗ് പഠിക്കാൻ പോയി, ശബരി സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ചെന്നൈക്ക് പോയി. അപ്പൊ വീട്ടില് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഞാൻ ഒരു സുപ്രാത്തി പറഞ്ഞു, ഞാൻ ക്യാമറമാനാവും എന്നുള്ള ലൈനിലാണ് വീട്ടിൽ പറയണേ. അങ്ങനെ പിന്നെ അത് പഠിക്കാൻ വേണ്ടി ഞാൻ സന്തോഷ് സാറിന്റെ സ്റ്റുഡിയോ ഉണ്ട്, സന്തോഷിന്റെ ട്രിവാൻഡ്രത്ത്. അവിടെ ഒരു വർഷം അങ്ങനെ ഞാൻ അസിസ്റ്റന്റ് ആയിട്ടാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് കയറുന്നത്. 2011 മനോജ് പിള്ള എന്ന് പറഞ്ഞ ക്യാമറമാൻ്റെ ഒപ്പം സാറിന്റെ ഒപ്പം ഒരു 8 പടം അസിസ്റ്റന്റായി അസോസിയേറ്റ് ആയി. അങ്ങനെ പടങ്ങൾ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഈ നേരം ഓണാവുന്നതും. പക്ഷെ നേരം കഴിഞ്ഞിട്ടും ഞാൻ സാറിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് സെൽഫി അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. അതായത് സലാം കാശ്മീർ എന്ന് പറഞ്ഞ പടം കൊടൈക്കനാൽ ഷൂട്ട് ചെയ്യുക. ജയറാമേട്ടൻ, ജോഷി സാറ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നേരം ഇറങ്ങിയ സമയവും ഇപ്പൊ ഒരു ട്രാവലറിൽ കുറച്ച് പിള്ളേർ വന്ന് മാണിക് എന്ന് വിളിക്കും. അപ്പൊ നമ്മളിങ്ങനെ കവറൊക്കെ പിടിച്ചിട്ട് എന്റെ അമ്മ ഇവിടെ പേര് വിളിച്ചതിന് അപ്പൊ വീട്ടിലേക്ക് പറഞ്ഞു വിടും. ഫോട്ടോ എടുക്കുന്ന പറഞ്ഞാൽ 1 മിനിറ്റ് ഇട്ടാന്ന് പറഞ്ഞ് ഞാൻ അത് കൊണ്ടുപോയി കൊടുത്ത് ACS യൂണിറ്റ് ബസ്സിന്റെ ബാക്കിൽ ഞാൻ പറഞ്ഞു ബഹളം ഒന്നും ഇതാക്കരുത്. എന്റെ ഫസ്റ്റ് സെൽഫി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് ലോ പോയിന്റ് വന്നപ്പോഴത്തേന് ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഇത് നമ്മുടെ ഒരു വരുമാന മാർഗ്ഗമാവാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ നേരെ ഷോർട്ട് ഫിലിം ആയിരുന്നു. എന്റെ ക്യാമറ ഞാനായിരുന്നു, ശബരി ആയിരുന്നു നിവിന്റെ റോൾ ചെയ്തത്. നിവിനായിരുന്നു എന്റെ പ്രൊഡ്യൂസർ. കാരണം അന്ന് നിവിന് മാത്രമേ ജോലിയുള്ളൂ ബാംഗ്ലൂര്. പക്ഷെ ഇത്രയും സിനിമകൾ ചെയ്യുന്ന പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അല്ലെ ഒരു DOP എന്നുള്ള രീതിയിലേക്ക് ഇൻഡിപെൻഡന്റ് ആയി ചെയ്യാന്നുള്ള ചിന്ത വന്നിട്ടുണ്ടാവില്ലേ? ഇല്ലടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന സമയത്തും സാറിനൊപ്പം നിൽക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് അതിനോട് ഒരു ക്രേസ് ഉണ്ടെങ്കിലും ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ബാവുട്ടിയുടെ നാമത്തില് മമ്മൂക്ക, ഇപ്പൊ ഞാനാണ് അസോസിയേറ്റ്. അപ്പൊ നമുക്കറിയാലോ മമ്മൂക്ക ഈ ഡയലോഗാണ് പറയാൻ പോണേ. അപ്പൊ നമ്മള് ഇങ്ങനെയായിരിക്കും പറയാ. 21 ദിവസം ഷൂട്ട് ഉണ്ടായി. 21 ദിവസം പുള്ളി അങ്ങനെയല്ല പറഞ്ഞത്. പുള്ളി അത് മൊത്തത്തിൽ അങ്ങോട്ട്. അപ്പൊ നമ്മള് ഞാൻ യൂണിറ്റിലെ ചേട്ടന്മാരെ തോന്നുന്നു ഞാൻ തെർമോക്കോള് പിടിക്കാട്ടെ ക്ലോസ് എടുക്കുമ്പോ. കാരണം എനിക്ക് തൊട്ടടുത്ത് മമ്മൂക്കാനെ കാണാനല്ല.
ആ സാധനം ഇപ്പൊ ലാൽ സാറായിട്ട് റെഡ് വൈൻ ചെയ്യുമ്പോൾ അതിൽ ഫഹദ് ഉണ്ടായിരുന്നു, ആസി ഉണ്ടായിരുന്നു, ആസിഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നോക്കിയത് ഈ ഒരു സാധനങ്ങളായിരുന്നു. ഈ ഒരു ചിലപ്പോൾ അതായിരിക്കൂട്ടെ എനിക്ക് തന്ന കോൺഫിഡൻസ്. ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ പേടിക്കാണ്ടിരുന്നതും അതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിലോട്ട് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ലീഡ് ചെയ്യുന്ന ക്യാരക്ടർ കഥ പറഞ്ഞു പോകുന്നത് കൂടെ ചേർക്കുന്നത് ജോണി ആന്റണി ആണെന്നുള്ളത്. അദ്ദേഹം കുറേ നർമ്മം ചെയ്ത സിനിമകളിലൂടെ സംവിധായകൻ കൂടിയാണ് അല്ലെ. നടനാവുന്ന സമയത്ത് നമ്മൾ കുറേ കണ്ടു. അപ്പൊ എവിടെയാ ഈ വ്യത്യാസം നമുക്ക് ശരിക്കും ഒരു സംവിധായകൻ ഒരു നടനായിട്ട് കോ ആക്ടറായിട്ട് ഒപ്പം നിൽക്കുന്ന സമയത്ത് ആ ഒരു ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടോ? കോമ്പിനേഷൻ ഇല്ല. എടോ ഇതിലിപ്പോ ഈ ഫോട്ടോ ഇല്ലേ, ഇതിലാരും അതിലിപ്പോ ആരായിട്ട് കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പിള്ളേരെ ഇങ്ങനെ കളിപ്പിക്കൂല, ഇങ്ങനെ ടിക് ടിക് വര വരച്ച് ആ സാധനം പോലെയാണ് ഭൂരിഭാഗം കോമ്പിനേഷൻ. ഞാനും കിച്ചും തമ്മിലുണ്ട്, നമ്മൾ തമ്മിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതുള്ളൂ. ഇത് അങ്ങനെ പോകുന്നൊരു ഇത് സത്യം പറഞ്ഞാൽ കാസ്റ്റിംഗ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണണമെങ്കിൽ ഒന്നിന്റെ സക്സസ്ഫുൾ സെലിബ്രേഷനോ അല്ലെങ്കിൽ പ്രൊമോഷനോ വരണം സമയത്ത് അല്ലേ. ഞാൻ പ്രൊമോഷനാണ് ഇദ്ദേഹത്തെ കാണാൻ. നമ്മുടെ ഗോകുലൻ ചേട്ടനില്ലേ, ഗോകുലൻ എല്ലാത്തിലും ഉണ്ടെന്ന് അഭിനയിച്ചു പോയി എന്നുള്ളത്. ഞാൻ ജോയിൻ ചെയ്യാൻ നമ്മളാണ് ഗോകുലിനെ വിളിക്കണേ. ഗോകുലൻ, നന്ദൻ, സുധീകോപ്പ, രമേശ് ചേട്ടൻ. രമേശ് ചേട്ടനൊക്കെ ഞാൻ വരുമ്പോഴത്തേനും പോയി. ഇത് പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞു. അതായത് എനിക്ക് തോന്നുന്നു ഇവര് ചാർട്ട് ചെയ്ത ദിവസത്തെക്കാളും 5 ദിവസം മുമ്പ് എന്തോ നേരത്തെ തീർന്നു. ഇപ്പൊ നമുക്കൊരു 10 ദിവസം ഡേറ്റ് ആണെങ്കിൽ 8 ദിവസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 8 ദിവസം കൊണ്ടൊക്കെ തീർന്നു. അങ്ങനെ ഒരു സ്പീഡി പരിപാടിയായിരുന്നു സംഭവിച്ചത്. എത്ര നാളായി? ഇപ്പൊ നേരത്തെ പറഞ്ഞു ടർബോയ്ക്കൊക്കെ മുമ്പേ ചെയ്ത് വെച്ചിട്ടുള്ളായിരുന്നു പറഞ്ഞു. എത്ര നാളായി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വൈകിട്ടുണ്ട് കുറച്ച്. ഒരുപാട് വൈകിട്ടൊന്നുമില്ല, 1 വർഷം. സിനിമയല്ലേ, അതെ, അതിന്റേതായ സമയം എടുക്കുമോ ചിലപ്പോ. എല്ലാം പെട്ടെന്നാണെന്നില്ലല്ലോ. ഇല്ല, അല്ല ഷൂട്ട് ഭയങ്കര പെട്ടെന്നായിരുന്നോ. ഷൂട്ട് പ്രോസസ്സ് ഭയങ്കര പെട്ടെന്നായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മ്യൂസിക് പരിപാടി സംഭവങ്ങള് പോസ്റ്റ് പ്രൊഡക്ഷൻ ഇരുന്നുണ്ട്, പണിയുണ്ട് ഇതിന്റെ അകത്ത്. ആ സാധനങ്ങൾ ഇരുന്നുണ്ട്. എങ്ങനെ ഉണ്ടായി ഇവരായിട്ടുള്ള കോമ്പിനേഷൻ ഇല്ലാത്തതുകൊണ്ട് മ്യൂസിക്കിന് വലിയൊരു പണി കിട്ടുന്നു. കാരണം ഈ ഒരു സീൻ വേറെ ഞങ്ങളുടെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡിലേക്ക് പോകുമ്പോ കണക്ട് ആവുന്ന കുറച്ചധികം പരിപാടികൾ ഉണ്ട് ഇതിന്റെ അകത്ത്. ജമ്പ് ചെയ്യാൻ പാടില്ലല്ലോ. ആ സാധനമൊക്കെ സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്തായാലും ട്രെയിലറിൽ കാണാൻ സ്പീഡ് ഉണ്ടാവും എപ്പോഴും. ആ ഒരു സ്പീഡില് പ്രത്യേകിച്ച് കോമഡി അതിന്റെ ഒപ്പം തന്നെ സ്പീഡായിട്ട് സീൻസ് പോകുന്ന സമയത്ത് അല്ലെ ഒരു ലാഗ് അതിൽ ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സിനിമയായിട്ടാണെങ്കിലും നമ്മള് പ്രത്യേകിച്ച് വെട്ടത്തിന്റെ ഒക്കെ ക്ലൈമാക്സ് ബോയിങ് ഒക്കെ പോലെ ഒരു ഫാസ്റ്റ് മൂവിൽ നടക്കുന്ന കാര്യങ്ങളിലെ പടം ശരിക്കും ആ ഒരു ജോണറിൽ തന്നെയാണോ? ആ ഒരു ഹറിബറി ഉണ്ട്. ക്ലൈമാക്സ് പടം കാണണം. അതായത് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്, പക്ഷെ അത് കുറച്ചും കൂടി കോമിക് രീതിയിലാണ്. റിയൽ ലൈഫ് സംഭവമാണ്, നടക്കാവുന്ന സംഭവമാണ്. പക്ഷെ നമ്മൾ റിയലിസ്റ്റിക് അല്ലാണ്ട് എടുത്തേക്കണത് അതിന്റെ പരിപാടിയൊക്കെ. അതാ പറഞ്ഞത്, എല്ലാവർക്കും അവരവരെ ഏരിയകളും പരിപാടികളും വരുന്നു എന്നുള്ളത്. ഇപ്പൊ ഇതിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ ലുക്കിനൊപ്പം തന്നെ പറഞ്ഞ പോലെ കുറേയേറെ വേഷങ്ങൾ വരുമ്പോഴും ഈ ക്യാരക്ടർ മാറ്റം വരുന്നുണ്ട്, ആ ഒരു ആക്ടിങ് പാറ്റേൺ ഒക്കെ മാറ്റം വരുന്നുണ്ട്. പക്ഷെ എവിടേക്കോ ഒരു കൃഷ്ണശങ്കർ ലുക്കില് അവിടെ പക്ഷെ ഒരു ശ്രമഫലമായി അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ അടുത്ത് ചെയ്ത പടങ്ങളുടെ ഒക്കെ ഫോട്ടോ എടുത്തു നോക്കി. ചെയ്ത പടങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ 2000 അരിയാളാ ഈ പുള്ളി ഫസ്റ്റ് കാരവാനിൽ വെച്ച് പരിചയപ്പെടുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇതെന്തിനാ ഇപ്പൊ ഇവിടെ ഇവരുടെ ചോദ്യം മനസ്സിലായില്ലേ? അതായത് താൻ കുറെ നാളായല്ലേ പടം ചെയ്യണത്, തന്നെ മുഖമൊന്നും മാറുള്ളല്ലോ, വേറെ ക്യാരക്ടർ പിടിക്കുക എന്നുള്ളത് വളരെ സൗമ്യമായിട്ട് ഇവൻ ചോദിച്ചാണ്. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ഇതിനെ കുറിച്ച് അതായത് 2013 നേരം റിലീസ്. അപ്പൊ ഇപ്പൊ ഒരു 11 വർഷം എന്തുവായി. അപ്പൊ ഈ 11 വർഷത്തിൽ 23 പടം എന്തോ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, വളരെ കുറച്ച് സിനിമ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇതിന്റെ ഒക്കെ ഒരു ദിവസം ഇങ്ങനെ എല്ലാത്തിന്റെയും സ്റ്റില്ലും പരിപാടി വെക്കുമ്പോ ഇങ്ങടും വകറും ഇങ്ങോട്ട് വരും. ഇത് തന്നെ ഹെയർ. ഓക്കെ, പിന്നെ ഒരു മാറ്റം എനിക്ക് തോന്നുന്നു കുടുക്ക് സിനിമയായിരിക്കും ഫുൾ താടി പരിപാടി വെച്ച്, കൊച്ചാളില് മീശ വെച്ച്, പോലീസ് ആയതുകൊണ്ട്. ഈ 2 പടം അല്ലാതെ ബാക്കിയൊക്കെ ഈ പറയണ പോലെ ഇപ്പൊ മരുഭൂനാനെയും മീശ ഇല്ലെന്ന് തോന്നുന്നുണ്ട്. പ്രേമത്തില് ഇതില്ല. സലീമേന്റെ കൂടെ നമ്പൂരിയായിട്ട് അത് ഇത് ബയ്യ ബയ്യ ആ 2 സീൻ ഉള്ളു. അപ്പൊ അത് താൻ പറഞ്ഞ ഉഗ്രം പരിപാടിയാണ്. ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതായത് നമ്മളെ അല്ലെ ശരിക്കും അത് വേണം. കാരണം നമ്മള് ക്യാരക്ടർ പിടിച്ച് മാറുന്ന അത് ഒരു ഭാഗമാണ്. പക്ഷെ അതിനേക്കാളും നമ്മളെ കാണുമ്പോ അയ്യോ ഇയാളാണോ അല്ലെങ്കിൽ ഇയാള് മാറിയില്ലേ അത് തോന്നിപ്പിക്കണം.
കാരണം നമ്മളോടുള്ള എക്സൈറ്റ്മെന്റ് ആൾക്കാരുടെ കുറയരുത്. ഒരു ആക്ടർക്ക് എപ്പോഴുള്ള ഒരു സംഭവമാണ്. എന്തെങ്കിലും തരത്തില് പ്രേക്ഷകനായിട്ട് കണക്ട് ആവണം. ആ കണക്ട് ചെയ്യുന്ന സമയത്ത് അവനെ ഞെട്ടിക്കാൻ പറ്റിക്കാൻ അത്രയും നല്ലത്. ഞെട്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ വെറുപ്പിക്കാണ്ടിരുന്നാൽ മതി, അത് വേറെ കാര്യം. അങ്ങനെ എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ ലീഡ് റോളുകൾ ചെയ്യുമ്പോഴാണ്, ക്യാരക്ടർ ചെയ്യുമ്പോഴും ഒരു നമ്മൾ പറഞ്ഞ ഡയലോഗ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ കഥാപാത്രം ആ രൂപം കൊണ്ടോ എങ്ങനെ ഓർത്ത് വെച്ചിരിക്കുന്നതാണ് ഒരു നടൻ നിലയിൽ നേട്ടം ഉണ്ടാവുന്ന എങ്ങനെ വിശ്വസിക്കണം? ഏതായിരിക്കും കുറെ കൂടെ നമ്മൾ പറഞ്ഞ വാക്കുകൾ കൊണ്ടോ ഡയലോഗ് കൊണ്ടോ അല്ലെങ്കിൽ ആ രൂപം കൊണ്ടോ എങ്ങനെ ഓർത്ത് വെച്ചിരിക്കുന്നതായിരിക്കും ഒരു നടൻ നിലയിൽ പൂർണ്ണത? അത് അപ്പിയറൻസ് ആണ്. കാരണം അപ്പിയറൻസിന്റെ സംഭവം എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് എനിക്കറിയില്ല അത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷെ ആളുകൾ ഓർക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി. ഈ 11 വർഷമായി 13 തുടങ്ങി, ഇപ്പൊ 2024 എന്ന് പറഞ്ഞു. പക്ഷെ കിച്ചുവേട്ടൻ എന്നുള്ള രീതിയിലേക്ക് അല്ലെ കുറേയേറെ മൂവികൾ അതേപോലെ നിൽക്കും. പക്ഷെ ഒരു നായിക എന്ന നിലയിൽ നിൽക്കുമ്പോൾ ഇത് അത്രത്തോളം ചിലപ്പോൾ ഗുണം ചെയ്തു എന്ന് വരില്ല. ഇത്രയും വർഷം നിൽക്കുമ്പോൾ നമ്മൾ ഇത്രയും ചെറുപ്പത്തിലേ ആമനെ തുടങ്ങി വെച്ചൊരു കാര്യമാണ്. ഒരു 11 വർഷം കഴിയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ക്യാരക്ടറിലോട് തന്നെ എപ്പോഴും ലീഡ് റോൾ ചെയ്ത് വരാൻ പറ്റും. എവിടെയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഇത്രയും വർഷം കഴിയുമ്പോൾ പറ്റുമോ ഒരു മെയിൽ ലീഡിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഫീമെയിൽ ലീഡിനെ സാധിക്കുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കിപ്പോ എനിക്കറിയാം, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഫാക്റ്റ് ആണ്, നമുക്ക് എല്ലാത്തിലും ലീഡ് ആവാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം എനിക്ക് അത് കാരണം എനിക്കത് കുഴപ്പമില്ല. ഇപ്പൊ നല്ല നമുക്ക് പടത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക്, അല്ലെങ്കിൽ ഇനിയിപ്പോ അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഇങ്ങനത്തെ സാധനങ്ങൾ പിടിക്കാനാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. കഴിയുന്നത് അങ്ങനെ എനിക്ക് താല്പര്യമുണ്ട്, അങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാത്തിലും ഹീറോയിൻ ആണ്, അല്ലെങ്കിൽ ടർബോയിലാണെങ്കിലും ഞാൻ ഹീറോയിൻ അല്ല, ജസ്റ്റ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് എന്നേ ഉള്ളൂ. അല്ല അപ്പൊ അത് കാരണം ഞാൻ ഹീറോയിൻ ഓറിയന്റഡ് ആയിട്ടല്ല അങ്ങനെ ഇതുവരെ പോയിട്ടില്ല. ഇനി അങ്ങോട്ട് കുറച്ച് ഫീമെയിൽ ഓറിയന്റഡ് സാധനം ചെയ്യണം എന്നുണ്ട്. ബിക്കോസ് നമുക്ക് അവിടെ കുറച്ചുകൂടെ സ്പേസ് കിട്ടും പെർഫോം ചെയ്യാൻ. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യും, നമുക്ക് സ്പേസ് കിട്ടുമ്പോഴാണല്ലോ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ ഫുള്ളി കാണിക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെ ഇനി അങ്ങോട്ട് ഞാൻ പ്രിഫർ ചെയ്യും. പക്ഷെ ഇപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുക, അത് വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യുക, എല്ലാം ലീഡ് ആവണം എന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ നോക്കുന്നത്. അപ്പൊ ഇനി ഒരു 11 വർഷം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഇറ്റ് ഡിപ്പെൻസ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്ക് സ്പേസ് ഉള്ള, അല്ലെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് എന്താണ് കൊടുക്കാൻ പറ്റുക, അതായിരിക്കും പ്രിഫർ ചെയ്യുക. ഇതില് നല്ല സിനിമയുടെ ഭാഗമാവുക. ബേസ് നമ്മളൊരു സാധനം പറയൂല, ഒരു സിനിമയിൽ ത്രൂ ഔട്ട് റോൾ ചെയ്യുന്നേക്കാളും നല്ല പടത്തിൽ ഒരു സീൻ ചെയ്താൽ മതി. ആ ഒരു സാധനമുള്ളൂ. അതാണ് അൾട്ടിമേറ്റ്ലി വേണ്ട ഒരു പരിപാടി. ഒരാള് പോലും മോശം പടം ചെയ്യാൻ വേണ്ടി പരിപാടി തുടങ്ങുമല്ലോ, ഒരാൾ അഭിനയിക്കാൻ പോവില്ല. പക്ഷെ എവിടേക്കോ ചില സ്ക്രിപ്റ്റിലും ചില മൂവി വരുമ്പോഴും അത്ര തന്നെ വിജയിക്കാൻ സാധ്യതയില്ല, അത്രത്തോളം സ്ക്രിപ്റ്റ് സ്ട്രോങ് അല്ല എന്നൊരു തോന്നലും നമ്മൾ ചെയ്തിട്ട് അങ്ങനെ സംഭവിക്കാറില്ലേ? പരീക്ഷണം ചിലവരെടുത്തും ചെയ്യും, ചിലപ്പോൾ അത് സക്സസ് ആവും, ചിലത് ഫെയിൽ വരും. നമ്മള് ഭയങ്കര ഒരു നടൻ എന്നുള്ള നിലയിലോ നടി എന്ന നിലയിലോ ഈ ചെയ്ത വേഷങ്ങൾ ചെറുതാണെങ്കിൽ നല്ലത് ചെയ്യാന്ന് പറയുമ്പോഴും നമുക്ക് എപ്പോഴും ഒരു ലീഡ് റോൾ സിനിമകളിൽ കിട്ടണം തന്നെയായിരിക്കില്ലേ കുറെ കൂടി സ്വാർത്ഥത ഉണ്ടാവുക? അല്ലേ, ഇത് അതിന്റെ ഒരു സുഖവും സംഭവത്തിനേക്കാളും ഒക്കെ അതിന് വേറൊരു വശമുണ്ട്. അതായത് ഇത് നമ്മുടെ തലയിലിരിക്കും. സിനിമ പടത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ ഫ്യൂച്ചർ എന്താന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സഹനടന്മാർക്ക് ആ സംഭവം വളരെ കുറവാണ്. അളിയൻ ചോദിച്ചൊരു ചോദ്യമില്ലേ, നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങളില്ലേ, അതിലൊരു ചെറിയൊരു എനിക്ക് ഇതിന്റെ മുന്നേയുള്ള പരിപാടി എന്താന്ന് അറിയില്ലല്ലോ. അപ്പൊ ഗിരീഷ് ഇതുവരെ വിളിച്ച് എടാ ഇന്നൊരു സാധനം ഉണ്ട്, നീ ഒന്നൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്തോ എനിക്ക് കുഴപ്പം, നേരത്തെ പറഞ്ഞു നമുക്ക് അഭിനയിക്കണം. നേരെ ചെന്ന് ഒറ്റ ദിവസം ഷൂട്ടുള്ളൂ കേട്ടോ, കഴിഞ്ഞ് പോന്ന്. പിന്നെയും ജോമോൻ ചേട്ടൻ ക്യാമറ പുള്ളി വന്നു കഴിഞ്ഞപ്പോ റീഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ റീഷൂട്ട് ചെയ്തു, അതും ഒറ്റ ദിവസം തന്നെ. പക്ഷെ പടം ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോഴേക്കും എന്നെ കുറെ പേര് വിളിച്ചിട്ട് ഭയങ്കര കയ്യടികളെ എന്നെ തുടക്കം മുതൽ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും പറയാനുള്ളല്ലോ എന്റെ അടുത്ത്. അതെ, പക്ഷെ ഈ തുടക്കം മുതൽ ഇത് ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് അതിൽ വേറെ വസ്തുത കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഇത്രത്തോളം ബിൽഡപ്പ് കൊടുത്തു വന്നിട്ട് ചെറിയ വേഷമാണെങ്കിൽ പോലും ഈ ചെയ്യുന്ന ആളെ കാണിക്കുമ്പോ അത്രത്തോളം ബിൽഡപ്പ് ഉള്ള ഒരു ആക്ടർ കൂടി വേണം, അപ്പോഴാ കയ്യടി വരുള്ളൂ അല്ലെ? ആ കയ്യടി വന്ന കഴിഞ്ഞ പടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു ഉണ്ട്. സോ ആ ബിൽഡപ്പ് ഇതുപോലെ എന്നെ കാണിക്കുന്ന ലാസ്റ്റ് കുറച്ചു നേരം ഞാൻ ഉള്ളൂ. പക്ഷെ അതും അതിന് മുന്നേ ഇതുപോലെ എന്തൊക്കെയോ കഥകൾ പറഞ്ഞാണ് ലാസ്റ്റ്. ശരിക്കും അപ്പൊ ആ കയ്യടി കിട്ടിയില്ലേ ശരിക്കും കിച്ചു ടെല്ലസ് എന്നുള്ള ആക്ടർക്ക് അത്രത്തോളം സ്വീകാര്യത കിട്ടിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. പാലക്കാട് കുളിച്ചപ്പോ ഞാൻ ജീവനെ പ്രാന്തായത്. ഞാൻ പടം പോയി കാണുന്നത് ഫസ്റ്റ് ഷോ ഞാൻ പോയിണ്ടായില്ല. അതെ, ചെറിയ വേഷം നട്ട് എങ്ങാനും നോ പറഞ്ഞെങ്കിൽ മിസ്സായി പോയേനെ. നോ പറയില്ല, സുഹൃത്തുക്കളാണല്ലോ. ഓക്കെ,
നാളെ ഷൂട്ട് ഇന്നാ വിളിക്കണം പിന്നെ എന്തിനോ പറയുന്നത് സുഹൃത്താണല്ല. യെസ്, അപ്പൊ അങ്ങനെ പട്ടാപകൽ എത്തുകയാണ്. എന്തായാലും പടം കണ്ട് തല കയറും എന്നുള്ള ഉറപ്പാണ് അല്ലെ? അത് ട്രെയിലറും പറഞ്ഞു വെക്കുന്ന അങ്ങനെ തന്നെയാണ്, ആവർത്തിച്ച് കാണാൻ അല്ലെ, ആ വിഷ്വൽ കൊണ്ടും സീൻ കൊണ്ടും ഒക്കെ. അപ്പോൾ അത്രയും തലയിൽ കയറി സിരകളിൽ അല്ലെ ലഹരി പിടിപ്പിക്കുന്ന ഒരു പടാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. പടം കയറി കൊളുത്തട്ടെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.